1447 മെയ് 23 ബുധനാഴ്ച. സ്വിറ്റ്സർലൻഡിലെ ഏറ്റിഷ്വില്ലിലെ ഇടവക ദേവാലയം. അവിടെ നിന്നും പൈശാചിക മതവിഭാഗത്തിൽപ്പെട്ട അന്ന വോഗ്റ്റിലി എന്ന സ്ത്രീ വലിയ ദിവ്യകാരുണ്യ ഓസ്തി മോഷ്ടിച്ചു. എന്നാൽ മാർഗരറ്റ് ഷൂൾ മെയ്സ്റ്റർ എന്ന യുവതി ദേവാലയത്തിൻ്റെ സമീപത്തുള്ള മുൾച്ചെടികൾക്കിടയിൽ ഒരു പ്രകാശമാനമായ പുഷ്പത്തിൻ്റെ രൂപത്തിൽ ആ തിരുവോസ്തി കണ്ടെത്തി. തുടരന്വേഷണത്തിൽ അന്ന വോഗ്റ്റിലി എന്ന സ്ത്രീ അറസ്റ്റ് ചെയ്യപ്പെട്ടു. മോഷ്ടിച്ചെടുത്ത തിരുവോസ്തിയുമായി മുന്നോട്ട് നീങ്ങിയ അവളുടെ കയ്യിലെ ദിവ്യകാരുണ്യത്തിന് ഭാരം കൂടി മുമ്പോട്ടോ പിറകോട്ടോ നീങ്ങാനാവാത്ത അവസ്ഥ വന്നതിനാൽ ആ തിരുവോസ്തി അവൾ മുൾച്ചെടികൾക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞതാണ്. മാർഗരറ്റ് ഷൂൾ എന്ന സ്ത്രീ തൻ്റെ പന്നികളുമായി ദിവ്യകാരുണ്യം കിടന്ന സ്ഥലത്തിന് സമീപമെത്തിയപ്പോൾ പന്നികൾ യാത്ര തുടരാതെ അവിടെ തന്നെ നിന്നു. അപ്പോൾ കുതിരപ്പുറത്ത് പോവുകയായിരുന്ന 2 പുരുഷന്മാരോട് അവൾ സഹായം അഭ്യർത്ഥിച്ചു. അവരാണ് മോഷ്ടിക്കപ്പെട്ട ദിവ്യകാരുണ്യം 7 ചെറിയ കഷ്ണങ്ങളായി പുല്ലിൽ കിടക്കുന്നത് കണ്ടെത്തിയത്. ഇതിൽ 6 കഷ്ണങ്ങൾ ഒരു റോസാപ്പൂവിൻ്റെ ആകൃതിയിൽ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരുന്നു. ഇടവകാംഗങ്ങളും വൈദികനും ചേർന്ന് ദിവ്യകാരുണ്യ കഷ്ണങ്ങൾ ദേവാലയത്തിലേക്ക് എടുക്കാൻ വേണ്ടിയെത്തി. 6 കഷ്ണങ്ങൾ എടുത്തു. 7ാമത്തെ വലിയ കഷ്ണം എടുക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാവരുടെയും കൺമുൻപിൽ അത് നിലത്തുറച്ചു. അവർ അവിടെ തന്നെ ഒരു കപ്പേള നിർമ്മിക്കാൻ തീരുമാനിച്ചു. 6 ഭാഗങ്ങൾ ഏറ്റിഷ്മില്ലിലെ ദേവാലയത്തിലേക്ക് മാറ്റി. ദൈവം നിരവധി അത്ഭുതങ്ങൾ അവിടെ ചെയ്തു. റോസാപുഷ്പത്തിൻ്റെ ആകൃതിയിൽ പ്രകാശം ചൊരിഞ്ഞ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യ സ്വീകരണം അന്ധകാരം നിറഞ്ഞ എൻ്റെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കാൻ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.